അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഈ വീഡിയോ ഉണ്ടോ, ഇത് ഞാൻ വിഷുവിൻ്റെ അന്നെടുത്ത വ്ളോഗാണ് കേട്ടോ. അതായത് വിഷുവും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഈസ്റ്ററും കഴിഞ്ഞു. ഇച്ചിരി അധികം നേരത്തെയായി പോയെന്ന് തോന്നുന്നു അല്ലേ. സമയം തീരെ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ. എന്നാലും മാക്സിമം കണ്ടെത്തി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഓരോ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്ത് അതിനനുസരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് നിർത്തണമെന്നൊക്കെ തോന്നുമെങ്കിലും ചില സമയത്ത് നിങ്ങളുടെ ഈ സപ്പോർട്ടും കമൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഇട്ടിട്ട് പോകാനും തോന്നിട്ടില്ല. പിന്നെ നമ്മുടെ പാഷനും കൂടിയാണ്. അപ്പം പിന്നെ കൈവിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്തതാണ്. അതായത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ആണ് അന്ന് ലീവ് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ പോയത്. പിന്നെ നാണ്ട് സദ്യ എന്ന് കേട്ടപ്പോൾ പിന്നെ നമ്മൾ കൈവിടുത്തുമില്ല. നമ്മുടെ ഫേവറേറ്റ് ആണ് ബിരിയാണിയും സദ്യയൊക്കെ. നമ്മൾ എവിടെ കണ്ടാലും ആഹാ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ UAE ഇവിടെ സദ്യയൊക്കെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ കിട്ടും, എന്നാലും പ്രീ കുക്ക്ഡ് ആയിരിക്കും ചില സമയത്ത് റെസ്റ്റോറൻറ്റിൽ. ചിലത് കുഴപ്പമില്ല, നമുക്ക് റഷ് ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ്. എന്നാലും ലിമിറ്റഡ് ആയിരിക്കും കേട്ടോ. ഈ സദ്യയൊന്നും എപ്പോഴൊന്നും കിട്ടില്ല. എല്ലാ കറികളും നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഉണ്ടല്ലോ ഈ കുറച്ച് പായസം ഒഴിച്ച് പപ്പടവും അതിലേക്കൊരു പഴമൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ആദ്യമൊക്കെ അതായത് കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയൊരു ചമ്മലുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച്. എന്നാൽ പിന്നെ വലുതാവും തോറും നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളില്ലേ, അതിൽ നോക്കുമ്പോഴത്തേക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നൊന്നും നമുക്ക് തോന്നാറില്ല. ഫുഡ് അടിക്കുക, നമ്മുടെ സന്തോഷം നോക്കുക, അത്രയേ ഉള്ളൂ. പണ്ട് ഉമ്മയുടെ കൂടെ കല്യാണങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ഉമ്മച്ചി വിളമ്പുന്ന ആളോട് പറയുന്നത് ഈ കൊച്ചിന് ഇച്ചിരി മസാല ഇട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയും അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാറുണ്ട്. അത് വേറൊന്നും ഉണ്ടല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ കണ്ടാൽ നാണക്കേടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പം അങ്ങോട്ടല്ല, ഇപ്പം വാ തുറന്ന് അങ്ങോട്ട് പറയും ചേട്ടാ ചോറിട് എന്ന് പറയും. അപ്പോൾ ഇതാണ്ട് അത്രയേ ഉള്ളൂ. ഇതാണ് ചിപ്സ് കണ്ടോ, ചിപ്സ് ഞാൻ അത്രയും ഫാനല്ല, അതുകൊണ്ടാണ് അതുമാത്രം അങ്ങനെ ഇരിക്കുന്നത്. ബാക്കി എല്ലാം ഞാൻ ഫിനിഷ് ചെയ്തതാണ്, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി അപ്പുറത്തെ ഇലയിലേക്ക് മാറ്റിയിട്ടതല്ല കേട്ടോ. ഇലയെല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് വടിച്ച് നക്കിയതിന് ശേഷം ദാണ്ടെ ഇതുപോലെ കയ്യിലൊഴിച്ച് സംഭാരം കുടിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് യാതൊരു സംതൃപ്തിയുമില്ല. ഗ്ലാസ്സിൽ കൊണ്ട് തന്നാലും കയ്യിലൊഴിച്ച് കുടിക്കുമ്പോഴത്തേക്ക് ആഹാ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. പിന്നെ ദാണ്ടെ ഞാൻ ഇല മടക്കുന്നതാണ് നമ്മുടെ നേരെയാണ് കേട്ടോ. മിക്കവാറും ഉള്ളവരെല്ലാവരും ഇല മടക്കുന്നത് തിരിച്ചായിരിക്കും. അത് വേറൊന്നും കണ്ടല്ല, എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയപ്പം തമിഴ്നാട്ടിലുള്ളവർ പറഞ്ഞു തന്നെയാണ് കേട്ടോ നമ്മൾ ഇല ഇങ്ങോട്ട് മടക്കണമെന്ന്. ഞങ്ങളങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിയാണ്. മോനും ഹസ്ബൻഡും ഓൾറെഡി വന്നായിരുന്നു. കാരണം മോന് രാവിലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം നല്ല ഉറക്കം കാരണം അവന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഹസ്ബൻഡ് നേരത്തെ കൊണ്ടുപോയിരുന്നു. പിന്നെ ഞാനും ഉമ്മയും കൂടി ഇപ്പം വന്നതേ ഉള്ളൂ. അടിപൊളി സദ്യയായിരുന്നു. എന്തായാലും വിഷുവായിട്ട് സദ്യ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കാരണം ഇന്ന് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു സദ്യ കഴിക്കാൻ പോകുന്നത്. പിന്നെ പെട്ടെന്ന് ഇനിയിപ്പം പോയി നല്ലൊരു ഉറക്കം. കാരണം സദ്യ കഴിഞ്ഞിട്ട് അതൊരു മെയിനാണല്ലോ ഉറക്കം. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ ഒരു വർഷം നല്ലൊരു നന്മ നിറഞ്ഞ വർഷമാവട്ടെ. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. അപ്പോൾ ബൈ ബൈ, ടാറ്റാ. അതോടൊപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം. അതോടൊപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഒരു ബെല്ലൈക്കട്ടില്ലേ അതും കൂടി ഒന്ന് ഓൺ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ശരി.